മലയാളം പഠിക്കാം എന്ന് പറയുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആ ഇ ഈ ഇത് സ്വരാക്ഷരങ്ങളിലുള്ള 4 അക്ഷരങ്ങളാണ് ആദ്യത്തെ. ഇതാണെങ്കിലോ ക ച ത പ വ്യഞ്ജനാക്ഷരങ്ങളിലെ അക്ഷരങ്ങളാണ്. ഇത് രണ്ടും നമ്മൾ ആദ്യം പഠിച്ചിരിക്കണം. നിങ്ങൾക്കൊക്കെ അറിയാം. ഞാൻ ഈ വീഡിയോയുടെ അവസാനത്തില് അത് ഇടുന്നുണ്ട്. അറിയാത്തവരത് എഴുതിയെടുക്കണം, പഠിക്കണം. ഇത് എന്താ വായിക്കുക? നിങ്ങൾ എന്റെ കൂടെ വായിക്കണം കേട്ടോ. യെസ്, വെരി ഗുഡ്. ഉറക്കെ വാ തുറക്കട്ടെ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. അങ്ങനെ ഇത് ഈ കേട്ടോ, ഈ യെസ്, ഈ ഒന്നുകൂടെ ലൗഡായിട്ട് ഇതിന്റെ ഓരോ ചിഹ്നങ്ങളുണ്ട്. ഈ ചിഹ്നങ്ങൾ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് എന്നതിന് ഒരു ചിഹ്നമുണ്ട്. ആ ചിഹ്നം ഞാൻ പഠിച്ചു നിൽക്കുന്നു. നമുക്കൊക്കെ കണ്ടിട്ടുണ്ട്. ഈ ഇപ്പൊ ഉദാഹരണത്തിന് ക പ്ലസ് നമ്മൾ ഉച്ചരിക്കുന്നത് ക എന്നതിന്റെ എന്നുള്ള സൗണ്ട് വരിക. ക സ്വരാക്ഷരത്തിന് ആദ്യ അക്ഷരം കൊടുക്കുക. ക പ്ലസ് ക എന്നുള്ള സൗണ്ട് എവിടെ വരണം? കാല് വന്നാൽ ക ഇങ്ങനെയാണ് നമ്മൾ എഴുതുക. ഇനി ഇതാണെങ്കിലോ ക പ്ലസ് ആണെങ്കിലോ ക പ്ലസ് എന്നാണെങ്കിലോ വാ തുറക്കൂ. അങ്ങനെയാണെങ്കിൽ ഏത് ചിഹ്നം ചേർക്കണം? എന്നതിന്റെ ചിഹ്നം ചേർക്കണം. എന്നതിന്റെ ചിഹ്നം എങ്ങനെയാ? ഇങ്ങനെയാ. അപ്പൊ ക എന്ന് എഴുതുക. എന്നിട്ട് ദീർഘം ചേർത്ത് നമ്മൾ എങ്ങനെ വായിക്കണം? വാ തുറക്കുക. വാ തുറന്നു വായിക്കൂ. അങ്ങനെയാണെങ്കിൽ ചായും തായും പായും ഒന്ന് നിങ്ങൾ നോട്ട് പുസ്തകത്തിൽ ഒന്ന് എഴുതി നോക്കൂ. എന്നിട്ട് കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.